ഹലോ ഹലോ നമുക്ക് സുഖമാണ്. എല്ലാവർക്കും സുഖമാണോ? എല്ലാവർക്കും സുഖമാണോ? നമുക്ക് സുഖമാണ്. ഹലോ. ഇന്ന് അച്ഛയും കുഞ്ഞായും കുഞ്ഞിക്കിളിയും ഞങ്ങൾ മൂന്നുപേരുമാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞങ്ങൾ ബൈബിളുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം ഷെയർ ചെയ്യാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അതായത് വിശുദ്ധ ബൈബിളില് കോറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം എന്നൊരു പുസ്തകമുണ്ട്. ആ ലേഖനത്തില് 13-ാം അധ്യായം 4 മുതലുള്ള വചനങ്ങള് സ്നേഹത്തെ കുറിച്ചാണ് പറയുന്നത്. എന്തിനെ കുറിച്ച് മക്കളെ പറയണേ? സ്നേഹത്തെ കുറിച്ചാണ് പറയുന്നത്. അത് ഈ സ്ക്രീനിൽ തന്നെ ഞാൻ ആ വചനഭാഗങ്ങൾ കാണിച്ചിട്ടുണ്ട്. അത് സ്നേഹത്തെ കുറിച്ച് പറയുന്ന വചനങ്ങളാണ്. വളരെ മനോഹരമായ വചനങ്ങളാണ്. അപ്പോ ഈ വചനങ്ങള് ഈ സ്നേഹം എന്ന് പറയുന്നിടത്ത് നമുക്ക് നമ്മുടെ പേരോ അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ പേരോ ഒക്കെ വെച്ച് അതൊന്ന് വായിച്ചു നോക്കിയാൽ അത് കുറച്ചുകൂടി മനോഹരമാകും. നമുക്ക് നല്ലൊരു അനുഭവമാകും. ഒരു പോസിറ്റീവ് അഫർമേഷനായി മാറും. നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് തന്നെ നല്ല കുറെ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതായിട്ട് ഫീൽ ചെയ്യും. ഓക്കെ, അത് കുറെ പോസിറ്റിവിറ്റി നമുക്ക് കൊണ്ടുതരും. അങ്ങനെ ഞാനൊന്ന് ആ വചനങ്ങളൊന്ന് വായിച്ചു നോക്കുകയാണ്. കോറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായം 4 മുതലുള്ള വചനങ്ങളാണ്. സ്നേഹം എന്നത് മാറ്റി ഞാൻ എൻ്റെ മക്കളുടെ പേര് ജെറോമിൻ, ജനിക എന്ന് ചേർത്ത് ഞാൻ വായിക്കാം. ഓക്കെ. ജെറോമിനും ജനികയും ദീർഘക്ഷമയും ദയയും ഉള്ളതാണ്. ജെറോമിനും ജനികയും അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല. ജെറോമിനും ജനികയും അനുചിതമായി പെരുമാറുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, കോപിക്കുന്നില്ല, വിദ്വേഷം പുലർത്തുന്നില്ല. ജെറോമിനും ജനികയും അനീതിയിൽ സന്തോഷിക്കുന്നില്ല, സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു. ജെറോമിനും ജനികയും സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. മക്കൾക്ക് സന്തോഷമായി അങ്ങനെ കേട്ടപ്പോ? സന്തോഷമായി. ഓക്കെ. അപ്പൊ അതുപോലെ നമ്മുടെ പേരോ നമ്മുടെ മക്കളുടെ പേരോ ഒക്കെ വെച്ച് ഇത് വചനം ഒന്ന് കുട്ടികൾക്ക് വായിച്ചു കൊടുക്കാം. അതുപോലെ നമുക്കും വായിക്കാം. അത് നല്ലൊരു നമ്മുടെ മൈൻഡ് സെറ്റിൽ തന്നെ നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഫീൽ നമുക്ക് കിട്ടും. ഓക്കെ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ബൈ 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 ബൈ. ഓക്കെ, വീണ്ടും കാണാം.